ലോകത്തിലെ ജീവജാലങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ, വേനൽ കടുക്കുന്ന സന്ദർഭത്തിൽ കുടിവെള്ളത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടമോടുന്ന കാഴ്ച നമ്മുടെ കൈ ചൂണ്ടുന്ന ദിക്കിൽ തന്നെ നമ്മുടെ മുന്നിൽ ദൃശ്യമായി കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ പ്രദേശത്തെ കുടിവെള്ളം നേരിടുന്ന ഈ വിഷമത കണ്ടുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളായ മുസ്തഫ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ പ്രദേശത്തെ ജനങ്ങളോടും തനിക്ക് ബന്ധപ്പെടാവുന്ന എല്ലാവിധ വിഭാഗങ്ങളോടും ഘടനകളോടും ആശയവിനിമയം നടത്തിക്കൊണ്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. മാസങ്ങളോളം കഠിനാധ്വാനമായ പ്രയത്നം നടത്തി. ഇതിനിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് വെല്ലുവിളികൾ ഒക്കെ നേരിടേണ്ടി വന്നു. എന്നാൽ നിശ്ചയദാർഢ്യത്തോടുകൂടി, ലക്ഷ്യബോധത്തോടുകൂടി താൻ ഇറങ്ങിയ കർത്തവ്യം നിർവഹിച്ചേ പോരൂ എന്ന ആത്മവിശ്വാസത്തോട് ഇറങ്ങിത്തിരിക്കുകയും ആ തിരിഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നിതാ നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ആ കുടിവെള്ള പദ്ധതി അവിടെ നമ്മൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു മുസ്തഫയായിരിക്കാം ഇവിടെ പരിചയപ്പെടുത്തിയതും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളതും. എന്നാൽ അതല്ലാത്തൊരു മുസ്തഫയെ പലർക്കും അറിയാം, പലർക്കും അറിയാത്തതുമുണ്ട്. ഒരു കുടിവെള്ള പദ്ധതി മാത്രമല്ല, ഞാൻ അദ്ദേഹത്തെ വർഷങ്ങളോളം ബന്ധമുള്ള ഒരു വ്യക്തിയല്ല. ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ടുള്ള അറിവും മറ്റുള്ളവർ പറഞ്ഞ കേട്ടറിവും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ രംഗത്ത്, സേവന രംഗത്ത് തനിക്ക് ചെയ്യാൻ കഴിയാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിലാണോ ആ രീതിയിൽ ചെയ്യാനുള്ള മനസ്സിന് ഉടമയായിരുന്നു. അത് പള്ളിയാകട്ടെ, മദ്രസയാകട്ടെ, ആകട്ടെ, അങ്ങനെ ഏത് രീതിയിലായാലും താനെന്ന വ്യക്തിയുടെ പോക്കറ്റിൽ നിന്നല്ല കൊടുത്തിട്ടുള്ളതെങ്കിലും തനിക്ക് സ്വാധീനിക്കാൻ കഴിയാവുന്ന വ്യക്തികളെ കണ്ടുകൊണ്ട് അതിൽ നിന്നും നല്ലൊരു സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ പ്രദേശത്ത് തന്നെ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എണ്ണി പറയാൻ പറ്റും. ഞാൻ ആ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ സുന്മനസ്സുള്ളവരുടെയാണ് ഒരു പ്രദേശത്തിന്റെ വികസനത്തിനും ഇതുപോലെ സാഹോദര്യത്തിനും ഐക്യം നൽകുക. ഇതാണ് നമ്മളിവിടെ കണ്ടത്. ഒരു കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ എത്ര ആത്മസ്ഫൂർത്താണെങ്കിലും അതിലത് കൈകോർക്കാൻ പറ്റൂ. ആ ബോധ്യപ്പെടുത്താനുള്ള കഴിവ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് ആ സമ്പാദ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളതിൻ്റെ പണി പൂർത്തീകരിച്ചത്. ഇനിയും അല്പം 10% പണി കൂടി ഇതിൻ്റെ ബാക്കിയുണ്ട്. ഈ ടാങ്ക് നമുക്കൊന്നുകൂടി ഉയരത്തിൽ വെക്കേണ്ടതുണ്ട്. ആ ഉയരത്തിൽ വെച്ച് ഇതിൻ്റെ വെള്ളം പൂർണ്ണമായി എത്തിക്കുമ്പോഴാണ് അത് പൂർണ്ണതയിൽ എത്തുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഈ പദ്ധതിയുടെ നടത്തിപ്പ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇതിന് സഹകരിച്ച, അതോടൊപ്പം ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത്, ഈ പദ്ധതിയുമായി സഹകരിക്കുന്നതിന് വേണ്ടി ഇന്ന് രാവിലെ നമുക്കിടയിൽ നമ്മുടെ പ്രദേശത്ത് ഇതുപോലെ ജനസേവനങ്ങളിൽ, സേവന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ദേശമോ കാലമോ സമയമോ നോക്കാതെ എപ്പോ വിളിച്ചാലും ഓടിയെത്തുന്ന റേറ്റ് വേ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ രാവിലെ ഒരു സന്ദേശം കിട്ടുന്നു, ഇനിമാതിരി ഒരു സംഭവമുണ്ട്, നിങ്ങളുടെ ശാരീരികമായ സഹായം വേണം. 8 മണിക്ക് തന്നെ എത്താവുന്നവരും മറ്റുള്ളവരും അവിടെ എത്തിക്കൊണ്ട് ഈ കൃത്യം 4:10 വരെ ഇതിൻ്റെ പ്രവർത്തനവുമായി ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളിൽ ഈ ഒരു കൂട്ടായ്മ, അത് തന്നെയാണ് നമ്മുടെ വിജയം. എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ തുടർന്നും ഉണ്ടാവട്ടെ. മാഷൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് ഇതേപോലെ കുടിവെള്ളം കിട്ടാത്ത പ്രദേശങ്ങളുണ്ട്. അവിടെയൊക്കെ ഒരു കൈത്താങ്ങായി മാറാൻ കക്ഷി രാഷ്ട്രീയത്തിനും മതചിന്തകൾക്കും അതീതമായ ഈ കൈകോർക്കൽ ഒരു ഉപായമായി മാറട്ടെ, അതിനൊരു സാധ്യതയായി മാറട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന് നേതൃത്വം നൽകിയ മുസ്തഫയെയും അതിനുവേണ്ടി പണിയെടുത്ത എല്ലാവരെയും, ഇതുമായി സഹകരിച്ച എല്ലാ വ്യക്തികളെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.